ഓം സംന്യാസാശ്രമധർമ്മവിധാത്രീ ബ്രഹ്മജ്ഞാനസുധാരസദാത്രീ സദ്ഗുരുരൂപധരാം അമൃതാനന്ദമയീം പ്രണമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, കാഞ്ചി ശങ്കര കാമകോടി ശങ്കര. നമസ്കാരം പ്രിയപ്പെട്ടവരെ. തമിഴിൽ പേസണമെന്ന് നിശ്ചില്ലേ, ഞാൻ ആ മലയാളം ജാസ്തി വെളിയിലെല്ലാം പോகிறது, வீடியோ மலையாள வீடியோ எல்லாம் வெளியெல்லாம் போகிறது, வெளியிலாம் நிறைய பேர் கேட்பான். அதனால தமிழில் கண்டினியூஸ் பண்ண முடியாது, കേട്ടേ മാമാട്ടെ. സന്തോഷം. ഇവിടെ മഹാനായ നീലകണ്ഠ ശർമ്മ അവരോടുണ്ട്. അതുപോലെ അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായിട്ടുള്ള മണ്ഡലമുണ്ടാക്കിലെ പ്രിയപ്പെട്ട സുഹൃത്തും കൂടിയാണ് അദ്ദേഹം. പ്രായഭേദമന്യേ അദ്ദേഹം പന്തളത്ത് നമ്മുടെ അയ്യപ്പന്റെ ആ പ്രക്ഷോഭവേളയിലെല്ലാം അവരുടെ സാന്നിധ്യവും സഹകരണവും നമുക്ക് വളരെ സഹായമായിട്ട് ഇപ്പോഴും അത് തുടരുകയാണ്. ആ കേസുകളുമെല്ലാം അപ്പോൾ മഹാന്മാരുടെ കൂടെയാണ് എനിക്ക് ഇരിക്കാൻ യോഗം. മാത്രമല്ല, സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമാണ്. സമൂഹം നമ്മുടെ സ്വത്താണ്. എല്ലാ സമൂഹങ്ങളും നമ്മൾ ബ്രാഹ്മണ സമൂഹം എന്ന് പറഞ്ഞാൽ കുംഭകോണത്തും തഞ്ചാവൂരിലും അവിടുന്ന് ഇവിടുന്നെല്ലാം വന്ന് നമ്മുടെ ഈ കേരള നാട് നമ്മുടെ സ്വന്തം നാടായി തലമുറകൾക്ക് മുമ്പേ വന്നവരാണ്. വടമ, അട്ടശാസ്ത്രം, മധ്യമം, ഇങ്ങനെ പല പല രീതിയിൽ നമ്മളുടെ പിരിഞ്ഞ് ചെറിയ ചെറിയ ആചാര വിചാര വ്യത്യാസങ്ങളിൽ ഇങ്ങനെ തുടർന്ന കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ കേരളത്തിൽ വന്നപ്പോ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ആദ്യമായിട്ട് കേട്ട ഒരു ഭജന, കുറെ മുമ്പ് കാഞ്ചി മഹാപരിവരെ പറ്റിയിട്ടുള്ള ഒരു ഭജന. കാഞ്ചി മാനക പോകവേണ്ടും എങ്കൾ കാരുണ്യമൂർത്തിയെ കാണ വേണ്ടും. ഞാൻ തുറന്ന് നിങ്ങൾ ചേർത്ത് അറിയിക്കണം. കാഞ്ചി മഹാപരിവരാണ് എന്നെ സംബന്ധിച്ച് വൈദികമായ വേദ സംഹിത പാഠത്തിനായിട്ട് അനുഗ്രഹം ചെയ്തത്. കാഞ്ചി മഹാപരിവർ നമുക്ക് ലോകം മുഴുവൻ, വിശേഷിച്ച് ഭാരതത്തിന്റെ ഉത്തരേന്ത്യ മുതൽ ദക്ഷിണേന്ത്യ വരെയുള്ള എല്ലാ ഭാഗത്തും വിവിധ ഇടങ്ങളിൽ പാഠശാലകൾ സ്ഥാപിച്ചു. ആ പാഠശാലകൾ സ്ഥാപിച്ചിട്ട് അവിടെയെല്ലാം ഋഗ്വേദ, യജുർവേദ, സാമവേദാദികളുടെ പാഠനങ്ങൾക്ക് സൗകര്യമൊരുക്കി. എനിക്ക് തോന്നുന്നത് ഭാരതത്തിൽ മറ്റേതൊരു പഠനം ചെയ്തതിനേക്കാൾ കൂടുതൽ വൈദിക പ്രചരണം കാഞ്ചി മഹാപരിവരുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ലഭിച്ചത്. നൂറാണ്ടുവാണ മഹാപുണ്യവാനാണ് മഹാപരിവർ. ഇന്ന് ഞാൻ സംസാരിക്കുന്നതിൽ, പല വേദികളിൽ ഞാൻ സംസാരിക്കുന്നത്, പല വിവിധങ്ങളായ ജാതി സമൂഹങ്ങളുടെ വേദിയിൽ, വർമ്മമാരുടെ വേദിയിൽ ഞാൻ സംസാരിച്ചു, അതുപോലെ നായന്മാരുടെ വേദി സംസാരിച്ചു, ഈഴവരുടെ വേദി സംസാരിച്ചു, സാമ്പവരുടെ വേദി സംസാരിച്ചു, പല പല കുലങ്ങളുടെ വേദിയിൽ ഞാൻ സംസാരിക്കാറുണ്ട്. അവിടെ ഒരു ജാതിയല്ല നമ്മൾ സംസാരിക്കുന്നത്, ധർമ്മമാണ്. ജാതി എന്നത് നമ്മെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ചിന്തിക്കുന്നവർക്ക് ജാതിയുടെ പെരുമ, ജാതിയുടെ കുറവ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷെ പെരിയവർ നമുക്ക് പറഞ്ഞു തന്നൊരു പാഠം, ഈ സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരൻ. സകല ജീവജാലങ്ങളിലും സമമായി ഈശ്വരൻ കുടികൊള്ളുന്നു. ഈശ്വര സർവഭൂതാനാം ഉദ്ദേശേ അർജുന തിഷ്ഠതി. അർജുന, സകല ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഈശ്വരൻ സമമായി കുടികൊള്ളുന്നു. ഇത് സനാതന ധർമ്മത്തിന്റെ കാതലായ ഉപദേശമാണ്. പക്ഷെ എന്താണ് ആചാര വിചാരങ്ങളിലും കുലത്തൊഴിലിലും മുമ്പുള്ള വ്യത്യാസമാണ് നമുക്ക് ജാതി എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മുടെ സമൂഹം വരാൻ. നമ്മൾ തഞ്ചാവൂരിൽ നിന്നും കുംഭകോണത്തൊക്കെ പണ്ട് വന്ന് കാലത്ത് ഇപ്പോൾ നമ്മൾ ഈ കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ സമൂഹങ്ങളായിട്ടാണ് ഉള്ളത്. അപ്പൊ ഈ സമൂഹങ്ങളിലൂടെ സത്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വൈദിക മാർഗ പ്രചരണമാണ് പ്രധാനമായും ബ്രാഹ്മണ സമൂഹത്തിന്റെ കർത്തവ്യം. നമ്മൾ പണ്ട് പറയില്ലേ, ഒരാൾക്ക് 2 കെട്ടി ചാതം പോട്ടാൽ അത് പുണ്യം. വൈദ്യം പഠിക്കുന്ന പയ്യൻ വന്നാൽ അവന് 2 കെട്ടി ചാതം പോട്ടാൽ അത് വലിയ പുണ്യം. അല്പം ആഹാരം ഒരു വൈദികന് കൊടുക്കുന്നതാണ് വലിയ പുണ്യം എന്ന് കരുതുന്ന ഒരു സമൂഹമാണ്. വൈദികത്തിൽ മാത്രം നമ്മൾ ഒതുങ്ങിയില്ല, സംഗീത ശാസ്ത്രാദി വിഷയങ്ങളിലെല്ലാം നമ്പർ 1 എന്ന് പറയാത്ത രീതിയിൽ നമ്മൾ പഠിച്ചു.
പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. സമൂഹത്തിൽ എങ്ങനെ എല്ലാ സമുദായങ്ങളെയും കൂട്ടിയിട്ട് മുന്നോട്ട് വരണമെന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വന്നില്ല. കാരണം നമ്മളെല്ലാവരും നമ്മുടെ അഗ്രഹാരങ്ങളിൽ, നമ്മുടെ വീട് മഠങ്ങളിൽ ഒതുങ്ങിപ്പോയി. പക്ഷേ നമ്മളെ സമൂഹമായി കണക്ട് ചെയ്യുന്ന ഒരു ബിംബമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. നമ്മളെ നമ്മുടെ സമാജത്തിന്റെ ആ കെട്ടുപാടുകളിൽ നിന്ന് അപ്പുറം മറ്റുള്ള സമൂഹങ്ങളുമായും അവരുടെ ആചാര വിചാര രീതികളുമായിട്ടും ഒക്കെ മുട്ടിക്കുന്ന അല്ലെങ്കിൽ തൊട്ടുകൊടുക്കുന്ന ഒരു ഏകകമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിന്റെ പേരാണ് സ്വാമി അയ്യപ്പൻ. കാരണം അയ്യപ്പൻ നമ്മൾ പണ്ട് പാടും, എങ്കൽ കുലദൈവമേ എന്ന് പാടും, ഭജനയെല്ലാം പാടും. നമ്മളെ സംബന്ധിച്ച് കുലദേവതയുടെ സ്ഥാനത്താണ് അയ്യപ്പൻ ഇരിക്കുന്നത്. അയ്യപ്പൻ എന്ന കുലദേവതയെ നമ്മൾ മറ്റൊരു ദിക്കിൽ ചിന്തിച്ചാൽ, കേരളത്തിൽ ഞങ്ങൾ വടക്കോട്ടൊക്കെ നമുക്ക് പരദേവതയായിട്ടിരിക്കുന്നത് വേട്ടക്കരുമകൻ കിരാതമൂർത്തിയാണ്. നമസ്കാരപ്പെട്ടത് തമിഴ്നാട്ടിലെ നമ്പുമലക്കോട്ടയിൽ നിന്നും നമസ്കരിച്ച് വേട്ടക്കന്റെ ശിവന്റെ കിരാതഭാവത്തെ, കിരാതമൂർത്തി നമസ്കരിച്ച് ഓരോ പാദം വയ്ക്കുമ്പോഴും പട്ടർ നമസ്കരിക്കും. അപ്പം കിരാതമൂർത്തിയോട് നിൽക്കും, വീണ്ടും നമസ്കരിക്കും. ആ പട്ടരുടെ നമസ്കാരത്തിൽ പ്രീതി കൊണ്ട് ഭക്തി വിശേഷത്താലാണ് കിരാതമൂർത്തി മല കയറിയും ഇറങ്ങിയും പലയിടത്ത് നിന്നും ഇരുന്നും ബാലുശ്ശേരി കോട്ടയിലേക്ക് വന്നെന്നാണ് ഇതിന്റെ ഐതിഹ്യം പറഞ്ഞത്. അപ്പൊ അതിനും കാരണക്കാരായിരിക്കുന്ന സമൂഹമാണ് ബ്രാഹ്മണ സമൂഹം, വിശേഷം നമ്മൾ ബ്രാഹ്മണ സമൂഹം അങ്ങനെ തന്നെ പറയും. അപ്പം ഇത് രണ്ട് കാര്യമുണ്ട്. ഒരു പട്ടർ തമ്പോലക്കോട്ടയിൽ നിന്ന് കിരാതമൂർത്തിയെ വേട്ടക്കരനെ ഇങ്ങനെ ഇട്ട് കൊണ്ടുവരണമെങ്കിൽ അയാൾ എത്ര ത്യാഗിയായി, സ്വന്തം ശരീരം, ഉറക്കം എല്ലാം മറന്നിട്ട് വേണം പരദേവതയെ കൂട്ടിക്കൊണ്ടുവരാൻ. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന വേട്ടക്കരുമകൻ എന്ന് പറയുന്ന കിരാതമൂർത്തിയാണ് സത്യത്തിൽ ബ്രാഹ്മണരുടെ, ക്ഷത്രിയരുടെ എല്ലാം പരദേവത. എന്തുകൊണ്ട് വേട്ടക്കരന് ആ പ്രാധാന്യം വന്നു? കോട്ടയ്ക്ക് കാവലാണ്. അപ്പോ ഈ വേട്ടക്കരുമകന്റെ പല ഇനങ്ങളുടെയും അവിടെയുള്ള വേട്ടക്കരന്റെ മറ്റൊരു പേരാണ് വാതിൽ കാപ്പവൻ. വാതിൽ കാപ്പവർ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ കോട്ട കാക്കുന്നവൻ, നമ്മുടെ വീടുകൾ കാക്കുന്നവൻ, നമ്മുടെ സ്വത്ത് കാക്കുന്നവൻ, നമ്മുടെ ധർമ്മം കാക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്. ഇതിന്റെ ഒരു പിൽക്കാല രൂപമായിട്ടാണ് ധർമ്മം കാക്കുന്നവൻ എന്ന പേരിൽ ധർമ്മശാസ്ത്ര എന്ന പേര് വന്നത്. ആദ്യം അയ്യപ്പൻ തന്നെയാണ് പേര്. ഗ്രാമ്യമായ നാടൻ ഭാഷയിൽ അയ്യപ്പൻ തന്നെയാണ്. അയ്യപ്പന് വേറെ ധാത്വർത്ഥമൊക്കെ പറയാൻ വേണമെങ്കിൽ അഞ്ചിന്റെയും അപ്പൻ, പഞ്ചഭൂതാദിനാഥൻ, ഭൂതനാഥൻ എന്നൊക്കെ പറയാം. കാരണം അയ്യപ്പൻ എന്ന പദത്തിന്റെ അർത്ഥം നമ്മളായിട്ട് കൽപ്പിക്കുന്ന അർത്ഥം അഞ്ചിന്റെയും അപ്പൻ എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളുടെ അപ്പൻ, ഭൂതനാഥൻ. നമ്മൾ ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര ലക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ എന്ന മന്ത്രവും. അപ്പൊ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഈ തെക്ക് നാട്ടിലേക്ക് വന്നപ്പോൾ ഇതേ കരുമകൻ എന്ന് പറഞ്ഞാൽ കോസൽ ഫാദർ, യൂണിവേഴ്സിന്റെ, പ്രപഞ്ചത്തിന്റെ കാരണരൂപനായിരിക്കുന്ന അച്ഛൻ, ആ കിരാതമൂർത്തിയുടെ പുത്രനായിട്ട് സങ്കല്പിക്കുന്ന വേട്ടക്കൊരുമകൻ. അത് ഈ ചെറിയൊരു മൈനർ ഡിഫറൻസ് ഉണ്ട്. വേട്ടക്കരുമകൻ എന്നുള്ള കിരാതമൂർത്തിയാണ്. ആ കിരാതമൂർത്തിയുടെ പുത്രൻ, പയ്യന്റെ പേരാണ് കിരാതശാസ്താവ് അല്ലെങ്കിൽ വനശാസ്താവ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വിളിക്കുന്ന അയ്യപ്പൻ. അയ്യപ്പൻ ഇരിക്കുന്ന എവിടെയാണ്? വനത്തിനകത്താണ്. നമ്മൾ മനുഷ്യർക്ക് ഒരു കുഴപ്പമുണ്ട്. ഒരു മനുഷ്യൻ എപ്പോഴും നല്ലതാണ്, 2 മനുഷ്യനും കൊള്ളാം, 3 മനുഷ്യനും കുഴപ്പമില്ല, 4-ലധികം മനുഷ്യർ ചേർന്നാൽ എങ്ങനെ ഒരു ഇടം നശിപ്പിക്കാം എന്നാണ് ആദ്യം. ഏകനായ മനുഷ്യന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതേ ഉണ്ടാവുള്ളൂ. അതാണ് കൂട്ടത്തോടെ ആളുകൾ ചെല്ലുമ്പോൾ എല്ലാ ഇടങ്ങളും പൂർവ്വ ആചാര വിചാരമൊക്കെ മറക്കാൻ സാധ്യതയുണ്ട്. ശബരിമലയിൽ നടന്ന അതാണ്. ഒരുപാട് ജനങ്ങൾക്കായാലും ചെന്നപ്പോൾ എല്ലാവരും പറയും അയ്യപ്പന്റെ സമാധാനം നഷ്ടപ്പെട്ടു. അയ്യപ്പന്റെ സമാധാനം നഷ്ടപ്പെട്ടത് പരമാത്മാവാണ്, ഈശ്വരനാണ്. ഈശ്വരന്റെ സമാധാനം നഷ്ടപ്പെടില്ല. പക്ഷെ മനുഷ്യന് ആർത്തി, അയ്യപ്പൻ എന്ന ഒരു വലിയ മഹാശക്തിയെ വെച്ചിട്ട് കളിക്കാത്ത കരകാട്ടം ഒന്നും ഇല്ല. സർക്കാരിനെയാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. ഭക്തന്മാർക്കും അതിന് ഉത്തരവാദിത്വമുണ്ട്. കാരണം ഏതെങ്കിലും ഒരു അയ്യപ്പൻ മലകയറി പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വെറുതെ ഒരു ചുമ്മാ ദീപം തെളിച്ചാൽ പുറകിൽ 1000 പേർ നിന്ന് ദീപം തെളിച്ച് അവിടെ നശിക്കും. ഏതെങ്കിലും ഒരു അയ്യപ്പൻ വെറുതെ ഒരു പഴയ തേങ്ങ ഇട്ട് കളഞ്ഞാൽ അവിടെ പിന്നെ തേങ്ങയുടെ കുന്നു രൂപപ്പെടും. ഏതെങ്കിലും ഒരു അയ്യപ്പൻ അറിയാതെ ഉരുമുണ്ട് ഉരിഞ്ഞ് പമ്പയ്ക്ക് കൊടുത്താൽ പിന്നെ അവിടെ പമ്പയിൽ ജലം ഒഴുകാത്ത രീതിയിൽ മുണ്ടിട്ടിട്ട് അത്ര ആചാരമാക്കിയിട്ട് പമ്പയെ മലീമസമാക്കും. അപ്പൊ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവന് ഹാനികരമല്ല. 1000 മനുഷ്യർ വരുമ്പോൾ, ലക്ഷക്കണക്കിന് മനുഷ്യർ വരുമ്പോൾ ആചാര വിചാരങ്ങളിലെല്ലാം തോന്നിയതുപോലെ ഞാൻ കേട്ട അയ്യപ്പൻ
അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ പ്രധാനമായി ഞാൻ കണ്ടിട്ടുള്ള കാര്യം, ഞാൻ മലയ്ക്ക് നീലിമല കയറുകയാണ്. അപ്പൊ കിണി കിണി കിണീന്ന് വടി കൊടുക്കുക തമിഴന്മാർ പോകുന്നു, പുറകിൽ ആന്ധ്രക്കാർ വരുന്നു, സ്വാമിപാദം സ്വാമിപാദം. നോക്കുമ്പോ എന്താണ്, ഊണൂരിലെ മണി പോട്ടിട്ട് ചിലവ പോളാൻ, ചിലവ കഴുത്തിലെ പോട്ടില്ല, വലിയ മണി ചിന്ന മണിയില്ല, വലിയ ഇത് വെണ്ട വലിയ വലിയ പിന്നെ മണി കെട്ടിയിട്ട് പിടിയിടി തോന്നി. എന്താണ് വിശേഷം? ഒരു അയ്യപ്പനോട് ചോദിച്ചു, അയ്യപ്പ ആന്ധ്രക്കാരനാണ്, എന്താണ് നിങ്ങൾ ഇങ്ങനെ മണി കെട്ടുന്നത്? അയ്യപ്പ മണി കെട്ടതല്ലവാ. മണി എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം എന്താണ്? രത്നം എന്നാണ്. അതിന് നമ്മൾ ഈ അടിക്കുന്ന ഈ മന്ത്രിമാരെ സൂചിപ്പിക്കാൻ വേണ്ടി മറ്റേ പീയെ അടിക്കുന്ന മണിയല്ല, അല്ലെങ്കിൽ പൂജാവേളയിൽ അടിക്കുന്ന മണിയല്ല, ഘണ്ടാനാദമല്ലാതെ മണി എന്ന രത്നമാണ്. അയ്യപ്പൻ കാട്ടിൽ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ പൂർവികര് അവിടെ വേട്ടയ്ക്ക് പോയ സമയത്ത് കാട്ടിൽ വെളിച്ചം കൊണ്ടുവന്നാണ്. കുഞ്ഞിന്റെ കഴുത്തിൽ കണ്ഠത്തിൽ ഒരു രത്നം കെട്ടിയിട്ടായിരുന്നു. ജനിക്കുമ്പോഴേ രത്നത്തോടുകൂടിയാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മണികണ്ഠൻ സംസ്കൃതമാണത്. രണ്ടും കണ്ഠവും സംസ്കൃതം, മണിയും സംസ്കൃതം. പിന്നെ ഈ ഉടമണി എടുത്ത് വന്നു എന്നറിയില്ല, കാളയെ പോലെ മനുഷ്യർ ഓടുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ആചാരത്തിന്റെ പിന്നിലെ തത്വം എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം വിഡ്ഢിവേഷം കിട്ടില്ല. ചിന്തിച്ചു, എന്തെല്ലാം വിഡ്ഢിവേഷം കിട്ടില്ല. അപ്പൊ നമ്മളൊരു ആചാര വിചാരങ്ങളിൽ നമുക്കുണ്ടാകേണ്ട ഒരു മര്യാദയുണ്ട്. അതിനെപ്പോഴും പ്രമാണ ചിന്തനം ചെയ്യണം. അതാണ് നമ്മുടെ നീലകണ്ഠ ശർമ്മജി ഇപ്പോൾ പറഞ്ഞത്. പ്രമാണം എന്ത്, വൈഷ്ണവനായിക്കോട്ടെ അവൻ ഭാഗവതം പരമപ്രമാണമാണ്, ശൈവനായിക്കോട്ടെ അവൻ വേദം പരമപ്രമാണമാണ്, വേദവും പുരാണവും. അപ്പൊ നമ്മൾ സമൂഹം നിൽക്കുന്നത്, ഞങ്ങളുടെ എല്ലാം കുലത്തിൽ നിത്യമായ ഒരു പൂജയുള്ളത് പഞ്ചായതന പൂജയാണ്, ശിവപഞ്ചായതന പൂജ. ശിവലിംഗം മധ്യത്തിൽ വെച്ചിട്ട് വിഷ്ണു, സൂര്യൻ, ഗണപതി, പിന്നെ അമ്പാൾ ദേവി, ഇങ്ങനെ 5 മൂർത്തികൾ, ശിവൻ, സൂര്യൻ, വിഷ്ണു, ഗണപതി, അമ്പാൾ. പിൽക്കാലത്ത് നമ്മുടെ പല പൂർവികരും പഴനിയുമായി ബന്ധമുള്ളവരാണ്, അല്ലെങ്കിൽ തിരുച്ചെന്തൂരുമായി ബന്ധമുള്ളവരാണ്, അല്ലെങ്കിൽ സ്വാമിമലയെ ബന്ധമുള്ളവരാണ്, അല്ലെങ്കിൽ തിരുത്തഴി ബന്ധമുള്ളവരാണ്. അവിടെ എല്ലാം അയ്യർ സെറ്റിൽമെന്റ് കാണാം. അവിടെ എല്ലാം ആര്യ ബ്രാഹ്മണർ എന്ന് പറയും, അയ്യർ എന്ന് പറഞ്ഞാൽ. സത്യത്തിൽ അയ്യർ എന്ന പേര് വരാൻ കാരണം എന്താണ്? അയ്യപ്പനാണ് അതിന്റെ കാരണം. കാരണം പണ്ടൊരു കാലത്ത് പഴയ ബ്രിട്ടീഷ് റെക്കോർഡ്സിൽ പോലും ഉണ്ട്, അയ്യപ്പന്റെ വെളിച്ചപ്പാടന്മാരായിരുന്നു അയ്യർ സമുദായം. അയ്യർ എന്ന പദത്തിന് പെരിയവ തന്നെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്, മഹാപെരിയവർ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അയ്യർ എന്ന് പറഞ്ഞാൽ ആര്യൻ എന്ന സംസ്കൃത പദത്തിന്റെ തമിഴാണ്, ആര്യ ശബ്ദമാണ് അയ്യർ. ആര്യ കേരളവർമ്മൻ അല്ലെ, ആര്യൻ എന്ന ശബ്ദത്തെ തമിഴിലേക്ക് മാറ്റിയാൽ അയ്യപ്പൻ. അപ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാഥൻ, ആര്യന്മാരുടെ നാഥൻ, ആര്യന്മാരുടെ കുലസ്വാമി എന്നാണ് യഥാർത്ഥത്തിൽ അർത്ഥം. പക്ഷെ നമുക്ക് ആലോചിച്ചു, അപ്പൊ ആരാണ് ശരിക്കും പറഞ്ഞാൽ ആ ജാതീയതയെ പ്രാക്ടിക്കലായി ഉടച്ചു കളഞ്ഞത്? ഇതേ ആര്യബ്രാഹ്മണരുടെ കുലനാഥനായിരിക്കുന്ന അയ്യപ്പനാണ്. ഇത് പറഞ്ഞാൽ വലിയ വിവാദം ഉണ്ടാവും. അയ്യേ, നിങ്ങളുടെ ഒന്നുമല്ല, അത് ഞങ്ങൾ മലയാളിയുടെയാണ് ദൈവം, നിങ്ങളുടെ ദൈവമല്ല. അത് വലിയ വിവാദം, ഞാൻ എവിടെ പോയാലും കേൾക്കുന്ന വിവാദമാണ്. നിങ്ങളുടെ ദൈവം എന്നുള്ളത് അയ്യപ്പൻ എന്നാൽ മലയരയുടെയാണ്. ശരി, ഞാനൊരു കാര്യം പറയാം. 3 ഭാഗമായിട്ട് ചരിത്രത്തിൽ നമ്മുടെ രാജാക്കന്മാരെ കാണാം. തുറയരയൻ, കടപ്പുറത്തുള്ള നേതാവ് അല്ലെങ്കിൽ കടപ്പുറം ഭരിക്കുന്ന രാജാവ്, അവരെ അരയന്മാർ തന്നെ വിളിക്കരുത്. അരച്ചൻ എന്ന ശബ്ദത്തിന്റെ മലയാള പദമാണ് അരയൻ. നാട്ടരയൻ, നാട്ടരയനെ ഇരിക്കും നമ്മുടെ അടുത്ത്. പണ്ടത്തെ കാലത്ത് ഇപ്പൊ നമുക്ക് രാജ്യസ്ഥാനം കൊടുക്കില്ലായിരുന്നു, നമ്മൾ കൊടുക്കുന്നു, കാരണം നമ്മൾ പാരമ്പര്യം മാനിക്കുന്നവരാണ്. നാട്ടരയന്മാരെന്ന് പറഞ്ഞാൽ പന്തളം കൊട്ടാരമാവട്ടെ, തിരുവിതാംകൂർ രാജാവാവട്ടെ, അങ്ങനെ രാജകുടുംബം. 7 രാജസ്വരൂപങ്ങളാണ് കേരളത്തിൽ. കേരളത്തിൽ 7 രാജസ്വരൂപങ്ങളാണ് പണ്ട് കാലത്ത്. ആ രാജസ്വരൂപങ്ങളുടെ നാഥന്മാരെ അല്ലെങ്കിൽ രാജാവിനെ നാട്ടരയെന്ന് വിളിക്കും. സാമൂതിരിയാവട്ടെ അല്ലെങ്കിൽ ഏറാട്ട്പാടുമാരൊക്കെ അതിൽപ്പെടും, എന്റെ കീഴിൽ കൊടുക്കും. മല ഭരിക്കുന്ന രാജാക്കന്മാരെ മലയരയന്മാർ. അപ്പൊ അവർക്ക് ഈ 3 കൂട്ടർക്കും 3 തരത്തിലുള്ള പൂജകളും ആരാധനാ ബിംബങ്ങളും ആരാധന രീതികളും സമ്പ്രദായങ്ങളും ഉണ്ട്. ശരി, മലയരയനായ ഒരാൾ ഇന്നൊരു മതത്തിലേക്ക് മതം മാറിപ്പോയിരിക്കട്ടെ, കൂട്ടത്തോടെ മതം മാറുകയും പൂർവികരുടെ ആചാര വിചാരങ്ങളെല്ലാം ഉപേക്ഷിക്കുകയും അവയെല്ലാം പൈശാചികമാണെന്ന് തുറന്നു പറയുകയും ഈ വെളിച്ചപ്പാട് കെട്ടുന്ന തളയും കയ്യിലെ വാളും ചിലമ്പും എല്ലാം അയ്യപ്പന്റെ നടയിൽ വെച്ച് ഞങ്ങൾ ഇനി വെളിച്ചപ്പാട് ഒഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ഇനി നീ ദൈവമല്ല എന്ന് പരസ്യമായി വിളിച്ചു ചൊല്ലി മതം മാറിപ്പോയവരാണ് വലിയൊരു ശതമാനം മലയരയർ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് ഹിന്ദുക്കൾ മലയരയാണ് മലയരെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പേര് എപ്പോഴും അവ മലയരാതാണ്, പേപ്പറിലെ പോട്ട് കറക്റ്റ് തന്നെ. ആനാ by their belief, by their faith, they have changed to another.
ക്രിസ്ത്യൻ ഫെയ്ത്തിലേക്ക് മാറി. ഇത് എങ്ങനെ എനിക്ക് മനസ്സിലായി? സാമുവേൽ മച്ചീർ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മലയാളന്മാർ ഈ അതിൽ എഴുതിയിരിക്കുന്ന വേർഡ് ചൗരിമല എന്നാണ്, ശബരിമല എന്നല്ല, ചൗരിമല എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ചൗരിമല അന്നേ കാലത്തെ പറയുന്നുണ്ട്, 1850കളിൽ തന്നെ ഇത് പറയുന്നത്. ആ ചൗരിമലയിലെ ദൈവം ബ്രഹ്മചാരിയായ ദൈവമാണ്, സെലിബ്രേറ്റ് ആണ്. അയാൾ പൂർണ്ണ പുഷ്കരാംബ സമേതനായിട്ടുള്ള ശാസ്താവല്ല, ബ്രഹ്മചാരിയായിരിക്കുന്ന ശാസ്താവാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ബാലശാസ്താവ് അല്ലെങ്കിൽ യൗവനം പൂർണ്ണ ശാസ്താവ്, വിവാഹം ചെയ്യാത്ത ശാസ്താവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശാസ്താവിന്റെ പൂജകരായിരുന്നോ മലയരർ ഏതെങ്കിലും കാലത്ത്? ഒരു റെക്കോർഡ്സിലും ഇവർ അന്ന് കാലത്തെ പൂജകരാണെന്ന് പറയുന്നില്ല. അവർ അവിടെ ഈ കുളം കുറ്റിയിൽ തേൻ കൊണ്ടുപോയി അയ്യപ്പൻ അഭിഷേകം ചെയ്യുമായിരുന്നു എന്ന് ഞാൻ കേട്ടു. പിന്നെ അവരിൽ തന്നെ ഒരു വിഭാഗം തളകെട്ടിയിട്ടും വാത്സല്യപ്പെടുത്തിട്ടും അയ്യപ്പന്റെ പ്രവചനം പറയുന്ന വെളിച്ചപ്പാടന്മാരായിട്ട് മുന്നേക്ക് മുന്നിൽ ചെയ്തത് സത്യമാണ്. മലയരയർക്കുള്ള അവകാശങ്ങളുണ്ട്. അയ്യപ്പ ക്ഷേത്രത്തിന്റെ പ്രത്യേകത വിവിധ ജാതി ഗോത്രങ്ങളുടെ എല്ലാം സേവയും പൂജയും ഏറ്റുവാങ്ങുന്ന ഒരു ദൈവമാണ് അയ്യപ്പൻ. അയ്യപ്പന് മുകളിൽ ജാതി ഭേദമില്ല, അത് സത്യമാണ്. പക്ഷേ ഇത് കുറെ വിഭാഗം, ഈ വിഭാഗത്തിൽ ഒരു വലിയ ശതമാനം പേരും CSI മതത്തിലേക്ക്, ക്രിസ്തു മതത്തിന്റെ CSI വിഭാഗത്തിലേക്ക് മതം മാറിപ്പോയപ്പോൾ പിന്നെ അവർ ആ പേരിൽ എങ്ങനെയാണ് വെളിച്ചപ്പാടന്മാരാകും? ഇല്ല. അപ്പോഴാണ്, ആ സന്ദർഭത്തിലാണ് ഇവിടെയുള്ള മലയാള ബ്രാഹ്മണർ അവരുടെ പൂജ ഏറ്റുകൊള്ളാമെന്ന കരാറുമായിട്ട് മുന്നോട്ട് വരുന്നത്. അവർ അതിന് ശേഷമാണ് അവിടെ വന്നിട്ടുള്ളത്. അത് സത്യമാണ്, നമ്മൾ ആരും പറയുന്നില്ല. അയ്യപ്പൻ വന്ന കാലം വരെ നമ്പൂതിരിയാണ് പോയിരുന്നത് നമ്മൾ ആരും ക്ലെയിം ചെയ്യില്ല. പക്ഷേ മലയരേതുമല്ല അവിടെ അന്ന് കാലത്ത് അത്ര ഒരു നിയാമകമായ ഒരു അല്ലെങ്കിൽ നിയന്ത്രിതമായ ഒരു പൂജാ സംവിധാനമല്ല അവിടെ. പ്രാകൃതമായ പഴയ കാലത്തെ നെല്യം കൊടുക്കൽ, അത് ചിലപ്പം ചിലര് ആടിനെ അറുത്ത് കൊടുത്തിട്ടുണ്ടാവും, ചിലര് അവർക്ക് പറ്റുന്ന പോലെ മുളന്തണ്ടിൽ കൊണ്ടുവന്നിരിക്കുന്ന തേൻ അഭിഷേകിച്ചിട്ടുണ്ടാവാം. അത് മുമ്പ് കാലത്താണ്. ആ കാലഘട്ടം മാറി വന്നപ്പോൾ ആ കാലത്ത് ഭൂനിലം ഒരുപാട് ഉണ്ടായിരുന്ന, ജന്മിത്വം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ ശക്തി ഉണ്ടായിരുന്ന മലയാള ബ്രാഹ്മണർക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ പോയി വന്നത് അത് ഇപ്പോൾ വന്നു എന്തായി? ഒരു ടിൻ നെയ്ക്ക് ഒരു 8 രൂപ അവസ്ഥയായി. അത് തെറ്റാണ്. അതായത് ബ്രാഹ്മണന്റെ ധർമ്മം എന്താണ്? പഠനം, പാഠനം, തപസ്, ഇതൊക്കെ ബ്രാഹ്മണന്റെ ധർമ്മമാണ്. ഈ ധർമ്മം എല്ലാം മറന്നിട്ട് കാശ് മാത്രം ഇരുന്നിട്ട് ഈ സ്വന്തം ധർമ്മം നശിപ്പിക്കുന്നതാണ് സത്യം. അപ്പോ എന്താണ്? ഒരു ബ്രാഹ്മണൻ ദാനം വാങ്ങാം, അവന് ജീവിക്കാൻ വഴിയില്ലാത്തപ്പോൾ, എന്റെ അറിവിൽ സ്മാർത്ത സമ്പ്രദായമാണ് നമ്മുടെ എല്ലാം. അപ്പോ സ്മൃതിയിൽ പറയുന്ന ഒരു കാര്യം, ഒരു ബ്രാഹ്മണന് ധനം സമ്പാദിക്കാനുള്ള സമയം ഒരു ദിവസത്തിൽ അരയാമം മാത്രമാണ്. രാവിലത്തെ അവന്റെ ജപം, ശ്രീരുദ്രം, പുരുഷസൂക്തം തുടങ്ങിയുള്ള വൈദിക ജപവും പൂജയും ഒക്കെ കഴിഞ്ഞാൽ 9 മണിയിലിരുന്ന് 10:30 വരേക്കും ഉള്ള സമയം, 9 മുതൽ 10:30 വരെയുള്ള സമയം മാത്രമേ പണ്ട് കാലത്ത് ബ്രാഹ്മണർ ദാനം പോലും സ്വീകരിച്ചിരുന്നുള്ളൂ. അപ്പോ അതിന് ഉച്ചവൃത്തി എന്ന് പറയും, നമ്മള് മടിപ്പിച്ചേ അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മൾ ചെന്നിട്ട് ആ വൈദികൻ ആ നമ്മുടെ അഗ്രഹാരത്തിലോ തെരുവിലോ പോയിട്ട് ആരുടെങ്കിലും ഗൃഹത്തിന് മുകളിൽ നിന്ന് അരി, അതുപോലെ പച്ചക്കറികളെല്ലാം മടിപ്പിച്ചേ വാങ്ങി വന്നിട്ട് വേണം വൈദികൻ കഴിക്കാൻ. അങ്ങനെയുള്ള വൈദികർ ഇന്ന് ഭൂമുഖത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വൈദികൻ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാനക്കേടുമാണല്ലേ. നമ്മുടെ സമൂഹം ശ്രദ്ധിക്കാനല്ലേ നമ്മുടെ വൈദികർ തിരഞ്ഞെടുക്കേണ്ടി വരുന്നു എന്ന് ചോദ്യം വരും. അത് പാടില്ല. അതുകൊണ്ട് കാലം മാറിയപ്പോൾ പല ആചാര വിചാരാദികളും മാറിയിരുന്നു. എങ്കിലും എങ്ങനെ നമുക്ക് അയ്യപ്പൻ ധർമ്മശാസ്താവ് കുലദൈവമായ ഒരു ചോദ്യം, വളരെ പ്രസക്തമായ ചോദ്യം. നമ്മുടെ എല്ലാ ഭജന സമിതികളും പാടുന്ന പയൻകൽ കുലദൈവമേ അയ്യപ്പ. നമുക്കറിയാം, തമിഴ്നാടിന്റെ ഒരു ഭാഗമായിട്ടുള്ള മധുരയിൽ നിന്ന് പാണ്ഡ്യരാജ്യം, ഇവരെല്ലാം പാണ്ഡ്യരാജ്യക്കാരാണ് പഴയ. അതിനുശേഷം പാണ്ഡ്യേശ തിലകം എന്നാണ് പറയുന്നത് അയ്യപ്പൻ. പാണ്ഡ്യരാജാക്കന്മാർ അവിടുന്ന് യുദ്ധം പുറപ്പെട്ടിട്ട് അവിടുന്ന് അയ്യപ്പന്റെ, തങ്ങളുടെ പുത്രസ്ഥാനത്തുള്ള അയ്യപ്പന്റെ മഞ്ചമാതാവിന്റെ അയ്യപ്പന്റെ മധുര മീനാക്ഷി ആദ്യപ്പൻ, മധുര മീനാക്ഷിയും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. യുദ്ധത്തോട്ട് ഓടിയതാണോ അതോ വെട്ടം തേടി വന്നാണോ അറിയില്ല. അവർ ഒരുമിച്ച് ഇങ്ങനെ വന്ന് നമ്മുടെ ഹരിപ്പാട്, നമ്മുടെ പുനലൂർ അച്ഛൻ കോവിൽ വഴി വന്ന് കോന്നി, അവിടെ ആദ്യം കൊട്ടാർ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ പന്തളത്ത് വന്നു. വേട്ടക്കിടയിലാണ് ഈ രത്നം തിളങ്ങുന്ന കണ്ടതും ആ കുഞ്ഞില്ലാതിരുന്ന ആ രാജാവിന് അയ്യപ്പനെ സ്വപുത്രനായി ലഭിച്ചതെന്നാണ്. ദത്തുപുത്രനായിട്ട് ഈശ്വരൻ പ്രകൃതി കൊടുത്ത പുത്രനായിട്ട് ആ പുത്രനെ പൂജ ചെയ്യുന്ന എങ്ങനെയാണ്? അയ്യപ്പന്റെ ഇപ്പോഴത്തെ പൂജ ചെയ്യാൻ പറയും. നിങ്ങൾ പലതും പറയും, അവിടെ കുട്ടിച്ചാത്തനാണ്, അവിടെ മറ്റേ ചാത്തനാണെന്ന് നിങ്ങൾ പറയും. ഇപ്പോഴത്തെ പൂജ ചെയ്യുന്ന അയ്യപ്പൻ ആരാണ്? അത് സാക്ഷാൽ രുദ്രകുമാരനാണ്. കാരണം അയ്യപ്പന്റെ പൂജ തുടങ്ങുമ്പോ
സാധാരണ പൂജയുടെ തത്വം ജലാദ്യ ജലാന്തമാണ്. ആദ്യം ജലമൊഴിച്ചിട്ടാണ് ഏത് പൂജയുന്നത്. അയ്യപ്പൻ അങ്ങനെയല്ല, ആദ്യം ഭസ്മമാണ്. രുദ്രകുമാരനാണ് അയ്യപ്പൻ. മാത്രമല്ല ഏറ്റവും വിശേഷപ്പെട്ട അഭിഷേകം രുദ്രാഭിഷേകമാണ് അയ്യപ്പൻ. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് കിരാത ശാസ്താവാണ്, അല്ലെങ്കിൽ വേട്ടയ്ക്ക് ഒരു മകനാണ്. അതിന് നമ്മൾ ഒരു മലയാളം പേര് അല്ലെങ്കിൽ തമിഴ് പേരിട്ടതാണ് ഇത് അയ്യപ്പൻ. ഇതാണ് അതിന്റെ താന്ത്രികമായ സത്യം. അതാണ് അതിനെന്തെങ്ങനെ മനസ്സിലാക്കാം. ഈ ആറാട്ടിൽ കൊണ്ടുവന്ന വിഗ്രഹം നോക്കിയാൽ മതി. അമ്പും വില്ലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന യോദ്ധാവായ അയ്യപ്പനാണ്. അപ്പം മലയിൽ നമ്മൾ കാണുന്ന അയ്യപ്പൻ ഏതാണ്? അത് ഈ ചിത്തവൃത്തികളെല്ലാം അടങ്ങി തന്റെ ജീവനെ ആത്മസ്വരൂപത്തിൽ വിലയിപ്പിച്ച് ജീവസമാധിയിരിക്കുന്ന ഒരു യോഗിവര്യന്റെ ദൃശ്യമാണത്. അയ്യപ്പന്റെ ഒരു ഫിസിക്കൽ റിയാലിറ്റി ആയിരുന്നു. ഇവിടെ ഈ ഭൂമിയിൽ ഓടി നടന്ന കുട്ടിയാണ്. അനേകരെ യുദ്ധത്തിൽ തോൽപ്പിച്ച മഹാത്മാവാണ്, വീരനാണ്. വില്ലാളി വീരനെ വീരമണി കണ്ഠനെ ആ വെറുതെ വിളി വന്നല്ല, വില്ലാളി വീരനായിരിക്കുന്ന ഒരു യോദ്ധാവാണ്. അത് എങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്? ഈ കഥയും പുരാതനമായ ഞങ്ങളുടെയൊക്കെ പരദേവത എന്ന് പറയുന്ന വേട്ടക്കാരനുമായിട്ട് ബന്ധമുണ്ട്. കാരണം വേട്ടക്കാരൻ തന്നെ വേട്ടക്കൊരു ഉണ്ടായ മകനെ എങ്ങനെ അടക്കിയെന്നാണ്. അതായത് ആ കുട്ടി ഭയങ്കര കുസൃതി, എല്ലാവരെയും കൂട്ടി യുദ്ധത്തിൽ വിളിക്കുക, കോർട്ട് വിളിച്ചിട്ട് അവരെ ഉപദ്രവിക്കുക, തോൽപ്പിക്കുക, അധർമ്മികളൊക്കെ എല്ലാം പൂർണ്ണനാശം. അപ്പൊ അവര് പലരും പ്രാർത്ഥിച്ചു, അത്രേ മഹാദേവ അങ്ങ് ശക്തി കൊടുത്തിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞ് വല്ലാതെ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കണം, ഇവരെ ഒന്ന് ഒതുക്കണം എന്ന് പ്രാർത്ഥിച്ചു. അപ്പോ മഹാവിഷ്ണു ആ ദൗത്യമായിട്ട് എടുത്തിട്ട് മഹാവിഷ്ണു പറഞ്ഞു ഞാൻ ശരിയാക്കാറുണ്ട്. മഹാവിഷ്ണു ഒരു വടുരൂപിയായിട്ട് ബ്രാഹ്മണ രൂപിയായിട്ട് ഒരു ചെന്നപ്പോ പിന്നെ ആ ബ്രാഹ്മണനെയും ഒന്ന് ഓർത്തു വിളിക്കാൻ നാക്ക് തോന്നി, ഈ കുട്ടിക്ക് തോന്നി, വേട്ടയ്ക്ക് ഒരു മകൻ തോന്നി. ശരി എന്നാൽ അപ്പൊ പറഞ്ഞു അതിനൊന്നും ഞാൻ ഇപ്പൊ തർക്കാറില്ല, എന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ട്, അത് വേണേ എനിക്ക് തരാമോ. നോക്കുമ്പോ എന്താണ്? സ്വർണത്തിന്റെ ഒരു ചുരിക. ചുരിക അറിയാലോ, കഠാര വലിയത്. ഇത് കണ്ടപ്പോ വേട്ടക്കാരനാണല്ലോ, യോദ്ധാവാണല്ലോ വേട്ടക്കാരൻ. എനിക്കിത് തരുമോ ചോദിച്ചു. ഉണ്ണിയാണ്. ഓ തരാലോ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് നിലത്ത് വെക്കാൻ പാടില്ല, നിലത്ത് വെച്ചാൽ അത് ഉറച്ചു പോകും, നഷ്ടപ്പെടും ആയുധം. ശരി വെക്കില്ല. അരയിൽ അത് ചേർത്ത് പിടിച്ചിട്ട് നിന്നതാണ്. ഇടത് കയ്യിൽ വില്ല്, അമ്പ്, ഒരു കയ്യിൽ ചുരുകിയുള്ളതുകൊണ്ട് ഇനി ആർക്കെതിരെ അമ്പ ചെയ്യാൻ പറ്റില്ല, ഒറ്റ കൈ കൊണ്ട് സാധിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് ആ രൂപം വന്നത്. അതായത് അതിന്റെ ചരിത്രപരമായ കാരണം എന്താ വെച്ചാൽ ഒരു കാലത്ത് നമ്മൾ വേട്ടയാടിയിരുന്ന മനുഷ്യകുലമാണ് എല്ലാവരും. ഈ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഒക്കെ പിരിക്കപ്പെട്ടത് ഭൂമി കൃഷിയിടമായതിനു ശേഷം മാത്രമാണ്. കൃത്യമായി കൂട്ടുചേർന്ന് ഊണുണ്ടാക്കാൻ, നമ്മൾ ഉണവെന്ന് പറയും, ഉണവുണ്ടാക്കാൻ തുടങ്ങിയ കാലം മുതലേ നമുക്ക് ജാതിയുള്ളൂ. ചിന്തിച്ചു വെക്കാൻ മനസ്സിലാവും. കാരണം അപ്പോൾ മാത്രമേ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക തൊഴിലെടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. പൂർവിക കാലത്ത് ഭൂമി ഉണ്ടായ കാലം മുതലൊക്കെ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ഈ സംശയം തന്നെയാണ്, ചരിത്രപരമല്ല. കൃഷിഭൂമിയായി തിരിഞ്ഞപ്പോൾ അതിൽ ഉടമ അടിമ ബന്ധമുണ്ടായി. ഒരു കൃഷിഭൂമിയൊക്കെ ഒരു ഒരേക്കർ നിലം വെച്ചാൽ ആ നിലത്ത് ഒഴുകാൻ ആൾ വേണം, അതിനു വേണ്ടുന്ന ആൾക്കാരെ വേണം. അപ്പൊ ഓരോരുത്തരെയും ജാതിയായി തിരിക്കാൻ തുടങ്ങിയതോ അല്ലെങ്കിൽ പിരിഞ്ഞതോ ഒരു മനുഷ്യകുലമാണെന്ന് മനസ്സിലാക്കണം. മുമ്പ് കാലത്ത്, പൂർവിക കാലത്ത് ഒരു മനുഷ്യകുലമായിരുന്നു നമ്മൾ. ഓരോരോ ജോലി ചെയ്ത് ആ ജോലി നമ്മുടെ ജാതിയായി തീർന്നുള്ള. അതുകൊണ്ടാണ് ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് പറയാൻ കാരണം. ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ജാതി പിരിക്കുന്നത്. എനിക്കറിയാവുന്ന ഒരു ഡോക്ടർ, ഞാൻ കുറ്റം പറയല്ല, അദ്ദേഹം ഒരു നല്ല ഡോക്ടറാണ്, പേരെടുത്ത ഡോക്ടറാണ്, പക്ഷെ ബ്രാഹ്മണനാണ്. നിർഭാഗ്യവശാൽ അങ്ങനെ പറയണം. അതിന് കാരണം ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ അടുത്ത് മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ സർജറിക്കൊക്കെ ഡേറ്റ് ചോദിച്ച ആളുകൾ പാവപ്പെട്ടവർ വരുമല്ലോ. അപ്പൊ അവർ ഇദ്ദേഹത്തെ വീട്ടിൽ പോയി കാണണം, സ്വകാര്യ ദർശനം. എന്തിനാണ്? അപ്പൊ പണം അധികം വാങ്ങിയിട്ട് അദ്ദേഹം സർജറി ഡേറ്റ് ഒക്കെ നേരത്തെ കൊടുക്കും, നല്ല നല്ല മരുന്നുകൾ പെട്ടെന്ന് കൊടുക്കും. അഥവാ ആരെങ്കിലും ബ്രാഹ്മണർ അല്ലെങ്കിൽ ബ്രാഹ്മണരോ ക്ഷത്രിയോ ആരോട്ടെ പണം കൊടുക്കാതിരുന്നാൽ മുറിവ് ഭേദമായിട്ടിരിക്കാനുള്ള ശ്രമം കൊടുക്കുന്നതാണ്. അപ്പൊ ഈ മനുഷ്യൻ കൂടുതലിട്ടുണ്ട്, അല്പസ്വല്പം വേദം പഠിച്ചിട്ടുണ്ട്, നല്ലൊരു ഡോക്ടറാണ്. അയാളെ വൈദികനായിട്ടോ ബ്രാഹ്മണനായിട്ടോ കൂട്ടാൻ പറ്റുമോ? ശമതമാതി ഷഡ്സമ്പത്തി ഒന്നുമില്ലാത്ത, ചിത്തശുദ്ധിയില്ലാത്ത, പരന് ദ്രോഹം ചെയ്യണമെന്ന് ചിന്തിക്കുന്ന പൂണൂരിട്ട ഒരാളെ ബ്രാഹ്മണൻ എന്ന ഗണത്തിൽപ്പെടുത്താൻ പറ്റും. എന്നാൽ അതേ സമയത്ത് പരന് ഗുണം മാത്രം ചെയ്യണമെന്ന് ചിന്തിക്കുന്ന പൂണൂരില്ലാത്തൊരുത്തനെ ഒരു പക്ഷേ ഈശ്വരൻ കൂടുതൽ മാനിച്ചേക്കാം. അങ്ങനെയാണ് ഓരോ, നിങ്ങൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുള്ള കാര്യം, ഇനി വരാൻ പോകുന്നത് ശൂദ്രരാജാണ്. ഇത്രയും കാലം ചവിട്ടി വിധിക്കപ്പെട്ടവർ ഇനി ഭരിക്കാൻ തുടങ്ങും. അപ്പൊ നോക്കൂ, നമുക്ക് ഭൂമി സ്വത്ത് കൂടുതലുണ്ടായിരുന്ന കാലത്ത് നാം ലോകം ഭരിച്ചതായിട്ട് കരുതി ആ മനോഭാവം വിട്ടില്ല. ഇപ്പോൾ നാം ആരെ ചവിട്ടി ഭരിച്ചുവോ അവർ നമ്മെ ചവിട്ടി ഭരിക്കുന്ന അവസ്ഥയിൽ. ഇതെല്ലാം നടത്തുന്ന ഈശ്വരനാണ് നമുക്കറിയാം.
ഞാനോ നിങ്ങളോ അല്ല. അപ്പൊ ആ ഒരു ശക്തിയാണ് ധർമ്മശാസ്ത്രം. അവിടെ ധർമ്മം മാത്രമേ നോക്കുന്നുള്ളൂ, ജാതിയോ മതമോ നോക്കുന്നില്ല. ഏതോ ഒരുത്തന്റെ കുടുംബം, ഒരു ക്രിസ്ത്യൻ കുടുംബം ആ സ്ഥലം കയ്യേറാൻ വേണ്ടിയിട്ട് 1950 അവരുടെ പല മത നേതാക്കളുടെ അറിവോടുകൂടി തന്നെ എന്നാണ് കേശവമേനോൻ കമ്മീഷൻ എഴുതിയിരിക്കുന്നത്. ആ ശബരിമല തീർത്തു, ശബരിമല ആസൻ കേസ് 1950 സെപ്റ്റംബർ 10-നോ 12-നോ ആണ് നടക്കുന്നത്. കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ആ കേസ് വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് ഇന്ന് വരെ ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് ആ കുടുംബം ഭൂമിയില്ല, അവരെല്ലാം പരസ്പരം തല്ലി കുത്തി മരിച്ചു. ഇതാണ് ധർമ്മശാസ്ത്രം. ആ ചുരിക താഴെ വെച്ചിട്ടില്ല. ധ്യാന ശ്ലോകമുണ്ട്. ധാരാധര ശ്യാമളാംഗം ചുരിക ചാപധാരിണം കിരാത വപുഷം വന്ദേ പരമാത്മാനമീശ്വരം. അത് പരമാത്മാവായ ശിവനാണ്. ആ ശിവന്റെ പുത്രന്റെ സ്ഥാനമാണ്, രുദ്രകുമാരന്റെ സ്ഥാനമാണ് അയ്യപ്പനോട്. അതുകൊണ്ട് അയ്യപ്പൻ എന്ന ദേവതയുടെ പ്രത്യേകത, ഒരു ഇടതുപക്ഷ സർക്കാർ, അവർ പൊതുവേ നമ്മൾ യുക്തിവാദവും ഈശ്വരവിശ്വാസം ഇല്ലാത്തവരൊക്കെയാണ് കണക്കാക്കുന്നത്. അവർ പോലും അയ്യപ്പന്റെ പേരിൽ സമ്മേളനം നടത്തുന്നു. സമ്യക്കായിട്ട് നമ്മൾ ചിന്തിച്ചോ സാറേ? നമ്മൾ ആ കാലത്ത് ചിന്തിച്ചിട്ടില്ല. സമ്യക്കായിട്ട് നല്ലോണം ആഹാരം, അവിയൽ, സാമ്പാർ എല്ലാം വെച്ചിട്ട് പായസം അടക്കം നമുക്ക് പോലും അങ്ങനെ ചമയ്ക്കാൻ മുടിയാതെ അപ്പടി ഭയമിച്ചാണ് നമ്മുടെ ഈ സർക്കാർ. അതെന്തുകൊണ്ടാണ്? ഈ കേരളത്തിൽ മറ്റൊരു ദേവതയും കാണിക്കാത്ത ശക്തി കാണിക്കുന്നവര് അയ്യപ്പൻ. ആലോചിച്ചു, ഇത് ഗുരുവായൂരപ്പൻ നടക്കുമോ? ഗുരുവായൂരപ്പന്റെ അടുത്ത് പാവം ഗുരുവായൂരപ്പൻ ഹാസ് ബീൻ കെപ്റ്റ് ആസ് എ ക്യാപ്റ്റീവ് ബൈ ദ സോ കോൾഡ് ദേവസ്വം. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ എന്താണോ പറയുന്നത് അത് നടക്കുകയാണ്. പക്ഷേ ഈ ദേവതകളിലെല്ലാം എന്തുകൊണ്ട് മലമുകളിലിരിക്കുന്ന അയ്യപ്പൻ ഇത്രയും ശക്തി, സർക്കാരുകളെ പോലും നിയന്ത്രിക്കാനുള്ള ശക്തി എങ്ങനെ വന്നു? അത് ധർമ്മം എന്നതിനെ നോക്കുന്നതുകൊണ്ടാണ്. ആര് നല്ലത് ചെയ്യുന്നുവോ അവരെ അയ്യപ്പൻ വളർത്തും, ആര് കെട്ടത് ചെയ്യുന്നുവോ അവരെ വളർത്തും, നശിപ്പിക്കും. അത് ധർമ്മമാണ്, കാലത്തിന്റെ ധർമ്മമാണ്. കലിയുഗ വരദൻ എന്ന് പറയും. ആ കലിയുഗത്തിന്റെ ധർമ്മമാണ് ഇവിടെ. അപ്പോ പണ്ട് നമ്മൾ പറയും, പണ്ടൊക്കെ കണക്ക് കൂട്ടി തെറ്റ് തിരുത്തിയിട്ടൊക്കെയാണ് ശിക്ഷ കൊടുക്കുന്നത്. അയ്യപ്പൻ അങ്ങനെയല്ല. അയ്യപ്പൻ വളരെ ഫോർവേഡാണ്, ടെക്നോളജി യൂസ് ചെയ്താണ് പെട്ടെന്ന് എല്ലാവർക്കും ധർമ്മഫലം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ ധർമ്മശാസ്ത്ര എന്ന് പറഞ്ഞാൽ ധർമ്മം ശാസിക്കുന്നവൻ. എന്താണ് ധർമ്മം? ജഗതസ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു യഃ സ ധർമ്മ. എന്താണ് ധർമ്മം? ജഗത്തിന്റെ നിലനിൽപ്പിന് കാരണമായിട്ടുള്ളതും ജീവജാലങ്ങളുടെ എല്ലാം അഭ്യുദയം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി, ഭൗതിക ഐശ്വര്യം. നിശ്രേയസ് എന്നാൽ മോക്ഷം. ഏതൊരു മൂല്യങ്ങളുടെ ആകെത്തുകയാണോ മനുഷ്യന് ഭൗതിക ഐശ്വര്യം കൊടുക്കുന്നത്, അവന് സമാധാനം ശാന്തിയും കൊടുക്കുന്നത്, അവന് അന്ത്യകാലത്ത് മോക്ഷം കൊടുക്കുന്നത്, ആ മൂല്യങ്ങളെയാണ് ധർമ്മം എന്ന് വിളിക്കുന്നത്. ആ മൂല്യം ബ്രാഹ്മണൻ പാലിച്ചാൽ അവന് കൊള്ളാം, ക്ഷത്രിയൻ പാലിച്ചാൽ അവന് കൊള്ളാം. ഇന്ന് ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ മന്ത്രിമാരാണ്, രാജാവിന് പേരില്ലാന്നേ ഉള്ളൂ. ഇന്ന് അവർക്ക് പണ്ട് രാജാക്കന്മാർ കുതിരപ്പുറത്ത് പോയാലും കളിയാക്കിയ ആൾക്കാരാണ്. ഇന്ന് ഇവർ 200 വാഹനമായിട്ട് ആംബുലൻസ് പുറകെ പോകും, പിന്നെ മൂത്രമൊഴിക്കാൻ പിന്നെ അപ്പിയിടാൻ സാധനം, അങ്ങനെ പല വണ്ടിയായിട്ടാണ് പോകുന്നത്. അപ്പൊ പണ്ട് രാജാക്കന്മാർ ഇങ്ങനെ പോയി അവർ കാട്ടിൽ തന്നെ സാധിച്ചിരുന്നു. പിന്നെ കക്കൂസുമായിട്ട് പോകില്ല. പിന്നെ ഇന്നത്തെ മന്ത്രിമാർക്ക് രാജാക്കന്മാരെക്കാളും കലിയുഗാണത്. കലിയുഗത്തിൽ അങ്ങനെ ഇവരുടെ ഭരണം. അപ്പൊ ഈ കലിയുഗത്തിലെ മന്ത്രിമാരെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ കലിയുഗത്തിലെ തന്ത്രിമാരെ നിയന്ത്രിക്കാനും അയ്യപ്പനെ കഴിഞ്ഞിട്ടേ മറ്റൊരു ദേവതയും. എല്ലാവരുടെയും ചെമ്പ് പുറത്തു വന്നു. അയ്യപ്പന്റെ സ്വർണ്ണത്തിൽ തൊട്ടിട്ട് ചെമ്പ് നീട്ടിക്കുള്ളൂ. അപ്പോഴേക്ക് എല്ലാവരുടെയും ചെമ്പ് പുറത്തേക്ക് വന്നു. അത്രയ്ക്കും ധർമ്മം നോക്കുന്ന, കാക്കുന്ന ശക്തിയാണ് അയ്യപ്പൻ. അയ്യപ്പനെ പറ്റി പല ഐതിഹ്യങ്ങളും പറഞ്ഞ് ഏതാണ് ശരിയായ അയ്യപ്പന്റെ തത്വം അറിയാതെ. പണ്ട് നമ്മുടെ തമിഴ് സിനിമയിലെ ഒരു കൊടൂരവാന വില്ലൻ എം.എൻ. നമ്പ്യാർ. പക്ഷെ അയാൾ നല്ല മനുഷ്യനാട്ടോ, സാത്വികനാണ്, ശുദ്ധ വെജിറ്റേറിയനാണ്, വളരെ നല്ല അയ്യപ്പ ഭക്തനാണ്. ഭക്തി മൂത്താൽ ഒരു കുഴപ്പമുണ്ട്, എന്ത് കഥയും പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ പ്രമാണമില്ലാത്ത ഒരുപാട് കഥ. എം.എൻ. നമ്പ്യാരുടെ ഗുരു എന്തൊരു പിള്ള, പേര് ഞാൻ പറഞ്ഞു, രാജരത്നം പിള്ള എന്നാണ് പേര്. എന്ത് പിള്ള എനിക്ക് ഓർമ്മയില്ല. ആ പിള്ളയ്ക്ക് ഒരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ നാടക ട്രൂപ്പ് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപാട് ആയിരക്കണക്കിന് വേദികൾ അയ്യപ്പന്റെ കഥ, ധർമ്മശാസ്താവിന്റെ കഥ, അവരിഷ്ടം പോലെ ക്ലൈമാക്സ് നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം കഥാപാത്രത്തിനെ കൊണ്ടുവരും. ഇതല്ലാതെ അയ്യപ്പനുമായിട്ട് ബാബരൻ എന്ന ദേവതയല്ലാതെ എന്താ ഇപ്പോഴത്തെ പേരെന്താ, ബാബർ, ആ ബാബർക്ക് ഒരു ബന്ധവും. അതെങ്ങനെ വന്നു? ഈ എം.എൻ. നമ്പ്യാരുടെ പണിയാണ്, എം.എൻ. നമ്പ്യാരുടെ ഗുരുവിന്റെ പണിയാണ്. നാടകം വെറുതെ ചുമ്മന ഒരു നാടകം ശരിയാകാതെ, നാടകത്തിൽ എന്തെങ്കിലും അടിപൊളി ഒരു ഫൈറ്റ് വേണ്ടേ? അപ്പൊ കടൽ കൊള്ളക്കാരനായി കപ്പലിൽ വരുന്ന ഒരു മുസ്ലിം കഥാപാത്രം, അറബിയിൽ നിന്ന് വന്ന മുസ്ലിം കഥാപാത്രം സൃഷ്ടിച്ചിട്ട് ഈ 20-ാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ കളിച്ച നാടകമാണ്. ആ നാടകത്തിൽ മാത്രമാണ് ഇങ്ങനെ മുസ്ലിം കച്ചവടക്കാരെ വരുന്നതും അയ്യപ്പൻ അയാളെ പടയിൽ തോൽപ്പിക്കുന്നതും അയാളുടെ കപ്പൽ കത്തിക്കുന്നതും അയാളെ അയ്യപ്പനെ ശരണാഗതി പ്രാപിക്കുന്നതും ഒക്കെ ഈ കഥാകൃത്തിന്റെ ഭാവന മാത്രമാണ്.
ഇതുപോലെ മറ്റൊരു യമണ്ടൻ കഥയുണ്ട്. അത് നമ്മുടെ ആദിശങ്കര ഭഗവത്പാദരെ പറ്റിയാണ്. ഭഗവത്പാദർ കാശിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് മുമ്പിട്ട് ഒരു ചണ്ടാളം വരുന്നു. ചണ്ടാളിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ഓയ് ഓയ് മാറുന്നു, വഴി മാറുന്നു പറഞ്ഞു. അത്രേ ശങ്കരാചാര്യര് തൊട്ടുകൂടായ്മ കാണിച്ചു. ഉടനെ ചണ്ടാളൻ നായ്ക്കളും കൂടി വരുന്നത്. ചണ്ടാളൻ ഉടനെ ചോദിച്ചു അത്രേ ശങ്കരാചാര്യോട്, ആരാണ് വഴി മാറേണ്ടത്, ഞാനാണോ എന്റെ ശരീരമാണോ? എന്നാ ക്വസ്റ്റ്യൻ നീറ്റ് മാതിരി ക്വസ്റ്റ്യൻ കേട്ടാ, വലിയ ക്വസ്റ്റ്യൻ. ശങ്കരാചാര്യ അദ്വൈത വേദാന്ത ഈ ജഗത്തിന് മുഴുവൻ പഠിപ്പിച്ചു കൊടുത്ത അവതാരവരിഷ്ഠനായ ശിവസ്വരൂപിയായിരിക്കുന്ന ശങ്കരാചാര്യർക്ക് இந்த ക്വസ്റ്റ്യൻ മുഴുവൻ അയ്യോ കേട്ട ഉടനെ അയ്യോ എന്നെ പണ്ടത് ഗൈഡ് അങ്ങോട്ട് കേൾക്കണം. ഇങ്ങനെയാണ് കഥ വരുന്നത്. ശങ്കരാചാര്യോട് ഞാൻ മാറണോ അതോ എന്റെ ശരീരം മാറണോ ചോദിച്ചു. ശങ്കരാചാര്യ അയ്യോ തലയിൽ തപ്പിയിട്ട് മറ്റേ അടിയിൽ വെച്ച് ഡെസ്കിന്റെ അടിയിലുള്ള തുണ്ടുണ്ട്, തുണ്ട് തന്നെ പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റ് നോക്കുന്നു, ഇവിടെ തിരികെ നോക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കഥ പറയുന്നത്. ആരെ പറ്റിയാണ്? ഈ പ്രപഞ്ചത്തിൽ ഇനിയൊരു മനീഷി ഇതുപോലെ ഉണ്ടാവില്ലയോ അതുപോലെ മനീഷയുള്ള ലോകത്തിലേക്ക് വെച്ച് ജഗദ്ഗുരു എന്ന് വിളിക്കാൻ പൂർണ്ണമായ അർഹതയുള്ള ഒരേ ഒരാൾ സാക്ഷാത് ആദിശങ്കര ഭഗവത്പാദർക്ക്. ചണ്ടാളം വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ കേട്ടാനാ ഉടനെ ശങ്കരാചാര്യ അൺകോൺഷ്യസ് ആയിട്ട് പെട്ടെന്ന് അത് മാറി, രൂപം മാറി, ശിവൻ തന്നെ. ആരെ പറയണു? ആരാണ് ആദിശങ്കരൻ? ശംഭു തന്നെയാണ്, സാക്ഷാൽ വടക്കുംനാഥൻ തന്നെയാണ് ആദിശങ്കരൻ. ആ ആദിശങ്കർക്ക് അറിയാത്ത ഉത്തരവുണ്ടോ? ആദിശങ്കരോട് അക്കാലത്ത് നേരിട്ട് തർക്കിച്ച ഒരാളും എത്ര വലിയ പണ്ഡിതനായിക്കോട്ടെ ജയിച്ചിട്ടില്ല. ആദിശങ്കര പുനഃസ്ഥാപിച്ച അദ്വൈത വേദാന്ത സമ്പ്രദായത്തെ ഇന്നുവരെയും ദ്വൈതമഠത്തിലോ ത്രൈതമഠത്തിലോ അല്ലെങ്കിൽ വിശിഷ്ടാദ്വൈത മഠത്തിലോ തർക്കിച്ച് തോൽപ്പിക്കുക അസാധ്യമാണ്. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡിഫീറ്റ് ദ ഫിലോസഫി ഓഫ് ആദിശങ്കര. അപ്പോ എന്താ ശങ്കരാചാര്യ ഇങ്ങനെ നേരിട്ട് തോൽപ്പിക്കാൻ പറ്റില്ല? എന്താ വേറെ വഴി? എങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ടിട്ടും പട്ടര പരീക്ഷ പാസ്സാവും. ഇനിയിപ്പോ പട്ടര തോൽപ്പിക്കാൻ എന്താ വഴി? പട്ടര വണ്ടി തടയുക, പട്ടര വീട്ടിലെ മുമ്പിൽ തെറി വിളിച്ച് പറയുക, പട്ടര ഇപ്പോൾ വെളിയിൽ ഇറക്കാതിരിക്കുക, പരീക്ഷ ഇരുത്താതിരിക്കുക. അതേപോലെ ഒരു കുശുമ്പിൽ നിന്നുണ്ടാവുന്ന അല്ലെങ്കിൽ ദേഷ്യത്തിൽ നിന്നുണ്ടാവുന്ന അല്ലെങ്കിൽ പരനിന്ദയിൽ നിന്നുണ്ടാവുന്ന ഒരു കഥയാണിത്. ചണ്ടാളൻ ഇങ്ങനെ വന്നിട്ട് ശങ്കരാചാര്യോട് പറഞ്ഞത്രേ, ഞാൻ മാറുന്ന എന്റെ ശരീരം അതൊന്നും അറിയാത്ത ഒരാളാണല്ലോ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വിദ്യയും നാഥനാണ്. കാരണം ആദിശങ്കരര് ഗീതാഭാഷ്യത്തിന്റെ ഉപോദ്ഘാതത്തിൽ പറയുന്നുണ്ട്, ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം ദുർവിജ്ഞയാർത്ഥം. ഈ ഗീതാശാസ്ത്രം സമസ്ത വേദത്തെയും എന്താ പറയാ കറന്നെടുത്ത് കാച്ചിക്കുറുക്കി ആറ്റിക്കുറുക്കി എടുത്ത് നവനീതമാണ് കടഞ്ഞെടുത്തിട്ടുള്ള. ആ നവനീതം ദുർവിജ്ഞയാർത്ഥം, അറിയാൻ പ്രയാസമാണ് അർത്ഥം. അപ്പൊ അത് സാമാന്യ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഭാഷ്യം എഴുതുന്നത്. വേദം മുഴുവൻ ആഴത്തിൽ പരിശോധിച്ച് അതിൽ നിന്ന് നവനീതമായ വിദ്യയെ ഗീതാശാസ്ത്രത്തിന്റെ ഭാഷ്യമായും ബ്രഹ്മസൂത്ര ഭാഷ്യമായും ഉപനിഷത് ഭാഷ്യമായും നമുക്ക് തന്ന ഈ ലോകം കണ്ട ഏറ്റവും വലിയ മനീഷി ഒറ്റ ഉത്തരം അത് ആദിശങ്കര ഭഗവത്പാദരാണ്. ആദിശങ്കര ഭഗവത്പാദർ അദ്വൈത വേദാന്തത്തെ പുനഃസ്ഥാപിച്ച് ലോകത്തിന് ഉപദേശിച്ചു കൊടുക്കാൻ 4 മഠങ്ങളും കെട്ടി എല്ലാ വ്യവസ്ഥയും ചെയ്ത് അദ്വൈത വേദാന്തിയായ പൂർണ്ണ ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ശങ്കരാചാര്യർക്ക് ചണ്ടാളന്റെ ചോദ്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ അത് വെറും കെട്ടുകഥയാണ്. അയ്യപ്പനെ പറ്റി പറഞ്ഞ പോലെ എന്ത് വാവര് വന്നു, വാവരുമായിട്ട് അയ്യപ്പൻ യുദ്ധം ചെയ്തു, വാവര് മുസ്ലിമായിരുന്നു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാണ് വാവര് വരുന്നത്. വെറും പൊട്ടക്കഥയാണ്. ആര് ഈ കഥ ഉണ്ടാക്കുന്നു? ആർക്കാണോ ഈ സമൂഹത്തിൽ കയറി കൂടിയിട്ട് അതിന്റെ ഒരു പങ്ക് കിട്ടേണ്ടത് അവരുണ്ടാക്കുന്ന കഥയാണ്. ആർക്കാണോ ഈ സമാജത്തിന്റെ ഉള്ളിൽ കടന്നുകൊണ്ട് ഇന്നലെ കണ്ടൊരു തമാശ, ഒരു ഫേസ്ബുക്കിൽ റീൽ വന്നിരിക്കുകയാണ്. ശബരിമല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണോ സീസൺ. അയ്യപ്പന്റെ കോവില് വാഴക്കോളുകൊണ്ട് കെട്ടും, ഓപ്പോസിറ്റ് മുസ്ലിം പള്ളി വാഴക്കോളുകൊണ്ട് കെട്ടും. എന്നിട്ട് ഈ ബാബർ വന്നിട്ട് അമ്പലം പൊളിക്കുകയാണ്. We have been doing this foolishness, utter foolishness for years on. എന്താണ് ഒരു അവിടെ പൂജാരി വന്നിട്ട് അമ്പലം പൊളിക്കുകയാണ്. Think about it. നമ്മളെപ്പോലെ വിദ്യകൾ കാണുമോ? അയ്യപ്പന്റെ ഒരു കുരിയാല പോലെ കെട്ടി, ഓപ്പോസിറ്റ് പള്ളി കെട്ടി ബാബർക്ക്. ബാബർ വന്നിട്ട് അയ്യപ്പൻ അമ്പലം പൊളിക്കുന്നു. ആഹാ എന്തൊരു സന്തോഷം, എല്ലാവരും ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബാബർ അവിടെ നിസ്കരിക്കുന്നു. ആര്? ഈ കുറിതൊട്ട കഴുത നിസ്കരിക്കണം. അവിടെ വീഡിയോയിൽ കണ്ടതാണ്. ഈ കുറിതൊട്ട കഴുത അവിടെ നിസ്കരിച്ചിട്ട് പെട്ടെന്ന് ബോധം പറയുന്നത് ബാബർ ഒഴിഞ്ഞു പോയി. ബാബർ ബാധയായിട്ട് കയറിയിരിക്കുന്നു. ഈ പ്രേതത്തെയാണോ നിങ്ങൾ പോയിട്ട് അവിടെ അയ്യപ്പന്റെ സുഹൃത്ത് പറയുന്നത്? ദേഹത്ത് കയറി ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്ന പ്രേതം?
ഇങ്ങനെ നമ്മൾ നമ്മുടെ തലയ്ക്ക് മേലെ വലിയ കല്ലെടുത്ത് വെച്ചിരിക്കുന്ന വലിയൊരു കല്ലുകൾ ഇത് ഒഴിയാ ബാധ പോലെയായിട്ട് ഇപ്പൊ നമ്മൾ നമ്മുടെ സ്വത്വം വീണ്ടെടുക്കാൻ വേണ്ടി ശരിയായ പ്രമാണം എടുക്കുമ്പോൾ ഉടനെ ബ്രാഹ്മണനാണ് പറഞ്ഞുണ്ടാക്കുന്നത്, ബ്രാഹ്മണ മേധാവിതാണെന്ന് പറഞ്ഞിട്ട് മൊത്തം ഹിന്ദു മതത്തിന്റെ ക്രെഡിറ്റ് കളയുക. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം കഥകൾ അപകടകാരികളായ കഥകളാണ്. അതുപോലെ ഭാഗവതക്കാരുടെ കഥ വരെയുണ്ട്. ഇപ്പോ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ യുക്തിവാദികളും ഒക്കെ കൂടി ഹിന്ദു മതത്തിനകത്ത് കഥ ഉണ്ടാക്കി വെച്ചിട്ട് 100 എടുക്കാം, 100 കഥ ഉണ്ടാവും. ഭാഗവതക്കാരുണ്ടാക്കുന്ന കഥ 1,00,000 കഥയാണ്. എന്താണ്? ശിവൻ പോയിട്ട് വിഷ്ണുവിനെ പോയിട്ട് അല്ലെങ്കിൽ കൃഷ്ണനെ പോയിട്ട് നമസ്കരിച്ചു. ഇങ്ങനെ നമ്മുടെ പ്രമാണത്തിലില്ലാത്ത കഥകൾ പറയും. പ്രമാണത്തിൽ വായി തോന്നി പറയും. രാധ വന്ന് അവിടെ കൂടിക്കളിച്ചു, രാധ ഭാഗവതത്തിലോ ഇല്ല. അപ്പൊ പ്രമാണം ചിന്തിക്കാതെ നമ്മൾ നമ്മുടെ സ്വത്തും കളഞ്ഞു വിളിച്ചു. തൊഴിൽ എന്തെടുക്കണം എന്നറിയാതെ ദാനം വാങ്ങി, കണ്ടവരെല്ലാം ദാനം വാങ്ങി, പട്ടും വളയും വാങ്ങി, അതും ഇതും വാങ്ങി. ഇങ്ങനെ പരിഗ്രഹം സ്വീകരിച്ചാൽ എത്ര ലക്ഷം ഗായത്രി ജപിച്ചാൽ തീരുക. ശരിയായ വൈദികർ അങ്ങനെ ദാനം സ്വീകരിക്കില്ല, കൊടുക്കുകയാണ് ചെയ്യുക, എടുക്കില്ല. എടുക്കുന്നവന് അവനൊരു അർഹത വേണം. ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ചാപ്പാട്, ഒരു പ്ലേറ്റ് ചാപ്പാട് വാങ്ങണമെങ്കിൽ അവൻ അതിന് യോഗ്യത വേണം. ഒരു ബ്രാഹ്മണൻ കണ്ടവരുടെ എല്ലാവരും നിന്നും വെള്ളിച്ചെമ്പ് മറ്റേ ഇതൊക്കെ എടുത്തിട്ട് പോകുമ്പോ അത് കുടുംബത്തിന് ദോഷമായി തീരും. അങ്ങനെയാണ് ബ്രാഹ്മണൻ സ്വന്തം വില കളഞ്ഞത്. കണ്ടവരുടെ എല്ലാം ദാനം വാങ്ങി, സ്വധർമ്മം അനുഷ്ഠിക്കാതെ, 10 ഗായത്രി ജപിക്കാതെ എല്ലായിടത്തും വേഷം കിട്ടി നടന്നു. അതിന് തെറ്റാണ്. അപ്പൊ അതൊക്കെ തിരുത്താനുള്ള അവസരമായിട്ട് നമ്മൾ ഈ ഒരു വേള, ഞാൻ കുറച്ചുപേരെ ഉള്ളെങ്കിൽ ഒരുപാട് പേര് കേൾക്കും. ഞാൻ പറഞ്ഞത് അയ്യപ്പൻ ആ കാലത്ത് ചെയ്തിരിക്കുന്ന എന്താണ്? അദ്ദേഹം ആര്യൻ എന്ന് പേരുണ്ട്. അതായത് അദ്ദേഹം ശ്രേഷ്ഠനാണ്. ആര്യൻ ശ്രേഷ്ഠൻ നടത്തും. ശ്രേഷ്ഠൻ, വിദ്യാസമ്പന്നൻ, സംസ്കാര സമ്പന്നൻ. ആ അയ്യപ്പൻ കുലദേവിയായിരിക്കും. നമ്മൾ എത്ര ശ്രേഷ്ഠരായിരിക്കണം? അയ്യർ എന്നൊരു പേര് കൂടെ വരണമെങ്കിൽ ആ ശ്രേഷ്ഠത നമ്മൾ കാണിക്കണം. സ്വഭാവത്തിലില്ലാത്ത ശ്രേഷ്ഠത ജാതി പേരുണ്ടാവില്ല. അപ്പൊ നമ്മുടെ സ്വഭാവം അയ്യപ്പനെ പോലെ തന്നെ സംശുദ്ധമാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരു കഥയും പ്രമാണത്തിലില്ലാത്ത വിശ്വസിക്കാതിരിക്കണം. ഭക്തി മൂത്തിട്ട് എന്തെല്ലാം കഥകളാണ് ഉണ്ടാക്കുന്നത്. ഭക്തി മൂത്ത് കള്ളക്കഥകളുടെ പ്രളയമാണ് കേരളത്തിൽ. അത് മാറണം. അതിലൊരു കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാബരുടെ കഥ. ബാപുരൻ കാപ്പരയ്യൻ എന്നൊക്കെ കർണാടകത്തിൽ വിളിക്കുന്ന ശിവഭൂതഗണമാണ് ഈ ബാപുരൻ. ആ ശിവഭൂതഗണം അയ്യപ്പനെ യുദ്ധത്തിൽ സഹായിച്ചിട്ടുണ്ട്. അത് മിക്ക ദേവതകൾക്കും ഭൂതഗണങ്ങൾ സഹായിക്കുന്ന പുരാണത്തിലും ചരിത്രത്തിലുണ്ട്. ഇവിടുന്ന് ഈ മുസ്ലിം ഒരു കച്ചവടക്കാരൻ കാര്യം വന്നു. മുസ്ലിം വരുന്ന എനിക്ക് വിരോധമൊന്നുമില്ല, മതദ്വേഷം അല്ല പറയണത്. എങ്ങനെ അയ്യപ്പനോട് കണക്ട് ആയി തന്നെ ചോദിച്ചു. ഈ കഥ ഏതെങ്കിലും നടക്കുന്ന 1025 AD ആയിരിക്കണല്ലോ. ആ കാലഘട്ടത്തിലായിരിക്കും അല്ലേ? 1025 AD ആ സമയത്തായിരുന്നു നടക്കുന്നത്. അപ്പോൾ എവിടുന്ന് ഈ കച്ചവടക്കാരൻ കടന്നു? ഇതെല്ലാം എം.എൻ. നമ്പ്യാർക്ക് ചാർത്തി കൊടുത്താൽ. പിന്നെ ശങ്കരാചാര്യർക്ക് വേദം പഠിപ്പിച്ച ചണ്ടാളിന്റെ കഥയുള്ള കള്ളക്കഥ, ആ കഥ പി ഭാസ്കരൻ കൊടുത്താണ്. പി ഭാസ്കരൻ എഴുതിയ തിരക്കഥയിലുള്ളതാണ്. പ്രമാണത്തിലുള്ള നിങ്ങൾ വിചാരിച്ച ഭാഗവതത്തിൽ വിചാരിച്ചു, വേദത്തിൽ വിചാരിച്ചു. അതുകൊണ്ട് the society will always try to bring you down to their levels. Also they will try to misinterpret the text. They will try to induce such kind of ignoble things in us. അത് ഒരിക്കലും വരാതിരിക്കാൻ പ്രമാണം പഠിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. നമ്മൾ എങ്ങനെ ആയിരിക്കണം? അയ്യപ്പനെ പോലെ ആയിരിക്കണം. സ്വയം നമ്മുടെ നിഷ്ഠയിൽ പൂർണ്ണമായും എന്താണോ നമ്മുടെ വീട്ടിലെ ആചാരം, മഠത്തിലെ ആചാരം, ജാതിപരമായ ആചാരം, സ്വയം എല്ലാവരും, അതും അയ്യരും പറയനും ഒരുപോലെ അവന്റെ സ്വന്തം ആചരണങ്ങൾ എന്തൊക്കെയുണ്ടോ, കുലദേവത ആരാധന എന്തുണ്ടോ അതിനെ കൃത്യമായി കൊണ്ടു നടക്കണം. പക്ഷേ സമൂഹത്തിൽ വരുമ്പോൾ എല്ലാവരും അയ്യപ്പൻ കാണുന്ന പോലെ ഒരു ഭേദവുമില്ലാതെ സ്നേഹത്തോടെ കാണണം. ഇതായിരിക്കണം നമ്മുടെ ധർമ്മം. 7 മണിക്ക് പൂജ തുടങ്ങാനുണ്ട്. 7:01 ഇനി ഒരു സെക്കൻഡ് കൂടി ഞാൻ കൂടുതൽ എടുക്കുന്നില്ല. ഹര നമഃ പാർവതീ പതയേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ജാനകി കാന്ത സ്മരണം. ജയ ജയ രാമ രാമ. സദ്ഗുരു സ്വാമിന ജയ്. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ശ്രീരാമ ജയം.